കോളിവുഡ് കീഴടക്കാൻ മലയാളം സൂപ്പർ താരങ്ങൾ. ഐ എന്ന ബ്രഹ്മാണ്ഡ ചിത്രത്തിൽ വില്ലനായി എത്തിയെങ്കിലും മലയാളത്തിന്റെ ആക്ഷൻ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി തമിഴകത്ത് താരമായി എന്ന സത്യം പറയാതെ വയ്യ. മലയാളത്തിന്റെ സൂപ്പർ മെഗാ താരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും തമിഴകത്ത് താരമൂല്യമുള്ളവർ തന്നെയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം മലയാളത്തിന്റെ സൂപ്പർ താരങ്ങൾ തമിഴിലേക്ക് കിടക്കാൻ ഒരുങ്ങുകയാണ്. തങ്കമീൻകൾ എന്ന ചിത്രത്തിലൂടെ ദേശീയ അംഗീകാരം ലഭിച്ച സംവിധായകൻ റാം ഒരുക്കുന്ന ചിത്രത്തിലൂടെ 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തമിഴകത്തേക്ക് കിടക്കാൻ തയ്യാറെടുക്കുകയാണ് മമ്മൂട്ടി. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സെപ്റ്റംബറിൽ ആരംഭിക്കുമെന്ന് സംവിധായകൻ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. ഇളയ ദളപതി വിജയ്ക്കൊപ്പം ജില്ല എന്ന ചിത്രത്തിൽ അഭിനയിച്ച മോഹൻലാൽ ആ ചിത്രമൊരുക്കിയ നേശനുമൊത്ത് മറ്റൊരു ചിത്രം ചെയ്യാനുള്ള ആലോചനയിലാണ്. ഇത്തവണ ലാലേട്ടനൊപ്പം തെലുങ്ക് സൂപ്പർ താരം മഹേഷ് ബാബുവും തമിഴിലെ യുവനായകൻ ആര്യയും ഉണ്ടാകും എന്നാണ് റിപ്പോർട്ടുകൾ. ഈ ചിത്രം ഒരേ സമയം മലയാളം, തമിഴ്, തെലുങ്ക് ഭാഷകളിലാവും ഒരുങ്ങുക. കണ്ണ ലഡു തിന്ന ആസയ എന്ന സൂപ്പർ ഹിറ്റ് കോമഡി തമിഴ് ചിത്രമൊരുക്കിയ മണികണ്ഠൻ ഒരുക്കുന്ന അടുത്ത ചിത്രത്തിൽ നായകനാകുന്നത് മലയാളികളുടെ ജനപ്രിയ താരം ദിലീപാണ്. തമിഴകത്തിന്റെ സൂപ്പർ കൊമേഡിയൻ സന്താനവും ഈ ചിത്രത്തിൽ ഒരു പ്രധാന വേഷം അവതരിപ്പിക്കുന്നുണ്ടത്രേ. തമിഴകത്ത് ഏറ്റവും അധികം ജനപ്രീതിയുള്ള മലയാളം നടൻ ഒരുപക്ഷെ കുടുംബങ്ങളുടെ പ്രിയ നായകൻ ജയറാം ആയിരിക്കും. വർഷത്തിൽ ഒരു തമിഴ് സിനിമയെങ്കിലും ജയറാം ചെയ്യാറുണ്ട്. ഉലകനായകൻ കമൽഹാസൻ ഒരുക്കുന്ന ഉത്തമവില്ലൻ എന്ന ചിത്രത്തിൽ ഒരു പ്രധാന കഥാപാത്രമായി ജയറാമും ഉണ്ട്. ഏപ്രിൽ 10 ഉത്തമവില്ലൻ റിലീസ് ചെയ്യും.